ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ആൾക്കും പരിചയമുള്ള ഒരു പഴയ കാലത്തെ ഒരു റെസിപ്പിയാണ്. തേങ്ങ ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകും മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതൊരു കുറച്ച് വലിപ്പമുള്ള ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതിപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാ അടുപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വലിയൊരു പാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് ജോയിൻ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് കുക്കാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് കുക്കായതിനു ശേഷം പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ആ കളറൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കളറൊക്കെ മാറി കരിഞ്ഞു പോവും. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ കളറായതിനു ശേഷം പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പാനിന് വിട്ട് വരുന്ന വിധത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് മൈദയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു തേങ്ങയുടെ മിക്സ് വേണ്ടത്. ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. സൈഡുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്ത് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള തേങ്ങയുടെ മിക്സ് മുഴുവനും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കാം. ലെവലാക്കി എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ വരയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ വരഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇത് വരഞ്ഞു വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. വരഞ്ഞ് വെച്ചിട്ട് സെറ്റാവാൻ വെച്ചാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് എടുക്കാൻ പറ്റും.
സെറ്റായതിന് ശേഷം കട്ട് ചെയ്യൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ടാണ് വരഞ്ഞു വെച്ചിട്ട് സെറ്റാവാൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണിത്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.